നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. ഈ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഭാഗത്ത് മനോഹരമായ പല പദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസാണ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്. കൈയെഴുത്ത്, ക്ഷമിക്കുക, റദ്ദു ചെയ്യുക, ആണിതറയ്ക്കുക, ചട്ടങ്ങൾ ഇത്യാദി പദങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. പുരാതന കാലത്ത് നിലവിലിരുന്ന ഒരു സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗം നാം മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയുടെ കടച്ചീട്ട് റദ്ദ് ചെയ്യുമ്പോൾ ആ വിവരം പരസ്യമായി എല്ലാവർക്കും തെളിവായി ബോർഡിൽ എഴുതി വെക്കുമായിരുന്നു. കടഭാരം റദ്ദാക്കിയതിൻ്റെ സൂചനയായി കടച്ചീട്ട് ആണിയടിച്ച കീറുക സാധാരണമായിരുന്നു. പാപ്പിറസ് ചുരുളുകളിൽ ഞാങ്ങണയുടെ തണ്ടിന്മേൽ കീഴ്പുരട്ടി ഉണ്ടാക്കുന്നു. ആസിഡ് ഇല്ലാത്ത പ്രത്യേക മഷി ഇതിൽ എഴുതുമ്പോൾ ഉപയോഗിച്ചിരുന്നു. സ്പോഞ്ച് ഉപയോഗിച്ച് ഇത് മായ്ച്ചു കളയുവാൻ കഴിയുമായിരുന്നു. ഒരുവൻ്റെ കുറ്റകൃത്യങ്ങൾ ദൈവം പ്രത്യേകം എഴുതി സൂക്ഷിക്കുന്നതായി യഹൂദന്മാർ കരുതി. യിരെമ്യാ പ്രവചനം 17-ന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ട് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതായ പാപത്തെ ദൈവം എഴുതി സൂക്ഷിക്കുന്നതായി തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ വ്യക്തിയെ, തെറ്റ് ചെയ്ത വ്യക്തിയെ വിസ്തരിക്കുമ്പോൾ ദൂതന്മാർ ദൈവസന്നിധിയിൽ ഇത് ഹാജരാക്കുന്നു. തെറ്റുകൾക്ക് ഉചിതമായ ശിക്ഷ ദൈവം നൽകുന്നു. വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് ശിക്ഷയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയുടെ തലയിൽ തൂക്കിയിരുന്ന കുറ്റപത്രമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഈ വാക്യത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. ചട്ടങ്ങൾ ന്യായപ്രമാണത്തിലെ കൽപ്പനകളാണ്. എന്നാൽ ന്യായപ്രമാണം ജാതികൾക്ക് നൽകിയിരുന്നില്ല. അതിനാൽ ന്യായപ്രമാണം എന്നത് വിശാലാർത്ഥത്തിൽ ചിന്തിക്കണം എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും യഹൂദനുണ്ടായിരുന്ന ന്യായപ്രമാണ കൽപ്പനകളും പുറജാതികൾക്ക് ബാധകമായിരുന്ന സദാചാര പ്രമാണങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ചട്ടങ്ങളെന്ന് പൗലോസ് പറയുന്നത്. ന്യായപ്രമാണ ലംഘനത്തിന് മരണമായിരുന്നു ശിക്ഷ. ന്യായപ്രമാണത്തെക്കുറിച്ച് അത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു എന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ന്യായപ്രമാണം വിരോധവും പ്രതികൂലമായത്? ദൈവത്തിൻ്റെ ആജ്ഞകൾ നിറവേറ്റുന്നതിനുള്ള മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയെ വെളിപ്പെടുത്തുന്നതായ പദമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാലിക്കുവാനോ പൂർത്തീകരിക്കുവാനോ കഴിയാതെ ഇരുന്ന പ്രതികൂലവും വിരോധവുമായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും യേശു കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ കടച്ചീട്ട് കാൽവരി ക്രൂശിൽ യാഗമായതോടുകൂടെ തൻ്റെ മരണത്താൽ കർത്താവ് റദ്ദു ചെയ്തു. എന്താണ് ഈ കടച്ചീട്ട്? എല്ലാ മനുഷ്യരും ദൈവിക നിയമങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ നമ്മുടെ പാപം മൂലം നാം ആശയില്ലാത്ത വിധം ദൈവത്തിന് കടക്കാരായി ചെയ്യരുതാത്തത് ചെയ്തു, ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് ഏറ്റുപറയേണ്ടി വരുന്നു. ഈ വിധത്തിൽ കടഭാരങ്ങളുടേതായ ഈ കടച്ചീട്ട് നമുക്കെതിരായി നിൽക്കുന്നു. യേശു ക്രിസ്തു മുഖേന പിതാവായ ദൈവം നമ്മുടെ കടഭാരം റദ്ദു ചെയ്തു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും മായ്ച്ചു കളയുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ കാലഘട്ടത്തിലോ അറിയാത്ത കാലഘട്ടത്തിലോ സംഭവിച്ചിട്ടുള്ളതായ എല്ലാ പാപങ്ങൾ അറിയായ്മയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്ന ഏതെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം നാം യേശുവിലാകുമ്പോൾ, യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുമ്പോൾ അതിനെല്ലാം സമ്പൂർണമായ പരിഹാരം തന്ന് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ കർത്താവ് സമ്പൂർണമായി ജയം പ്രാപിച്ചിരിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ യോബ് പറയുന്നുണ്ട്: എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിശാച് ഏതെങ്കിലും നിലയിൽ പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തി മുഖാന്തരമോ നേരിട്ടോ നിങ്ങൾക്ക് വിരോധമായി എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അരുതാത്ത അവകാശവാദങ്ങൾ നിങ്ങൾക്കെതിരെ മുഴക്കുന്നുണ്ടെങ്കിൽ, മോശയുടെ ശരീരത്തെക്കുറിച്ച്
വാദിച്ച് തർക്കിച്ചതുപോലെ ഇന്നലകളിലെ ഏതെങ്കിലും പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഏത് രേഖയായാലും, ഏത് കൈയെഴുത്തായാലും, ഏത് അവകാശവാദമായാലും അതിൻ്റെ മേലെല്ലാം കർത്താവ് സമ്പൂർണമായ ജയം നൽകിയിരിക്കുകയാണ്. യാതൊരു വിധമായ അന്യായ രേഖയ്ക്കും നിങ്ങളുടെ ഗമനത്തെ അസ്ഥിരപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വിധേയരാണ്, ഇതിനൊഴിവില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. ഏത് ആഭിചാരമാകട്ടെ, മന്ത്രവാദമാകട്ടെ, ഭയപ്പെടുത്താൻ പിശാച് ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കൊന്നും വീണ്ടും ജനിച്ച ദൈവ മകൻ്റെ മേൽ, മകളുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ ഇത്തരം കാര്യങ്ങളുടെ മേലെല്ലാം നമുക്ക് സമ്പൂർണമായ ജയം ലഭിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിന് മായ്ക്കുവാൻ കഴിയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ രക്തത്താലുള്ള വിടുതലും ഉദ്ധാരണങ്ങളും നീക്കുപോക്കുകളും പ്രാപിച്ച് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.